നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ വീട്ടിൽ നിന്ന് തേങ്ങ ഇടുന്ന വിശേഷങ്ങളാണ് പറയുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ തേങ്ങ ഇടാൻ ആളെ കിട്ടാറില്ല. ഞങ്ങളുടെ ഈ പത്തനംതിട്ടയിലൊന്നും ഇപ്പോൾ ആൾക്കാരില്ല. പഴയ ആൾക്കാരുടെ റിട്ടയർമെൻറ്റ് എടുത്ത് പോയി. ഇപ്പോൾ പുതിയ ആൾക്കാരും ഇല്ല. അതുമാത്രമല്ല, തെങ്ങിന് ആവശ്യത്തിനധികം നമ്മൾ വളം കൊടുക്കാതിരിക്കുന്നതും തെങ്ങിന് കൃത്യമായിട്ട് തെങ്ങിനെ പരിചരിക്കാതിരിക്കുന്നത്, അങ്ങനെ തന്നെ പറയാം, പരിചരിക്കാതിരിക്കുന്നത് മൂലം തെങ്ങിന് വിളവ് വളരെ കുറവാണ്. അപ്പം തെങ്ങിന് നമ്മൾ വളം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മണ്ണ് പരിശോധിച്ച ശേഷമേ അതിന് വളം ചെയ്യാവൂ. കാര്യം പണ്ട് കാലത്ത് ചെയ്യുന്ന പോലെ നമ്മൾ യൂറിയയും പിന്നെ പൊട്ടാഷ്യമൊക്കെ ഇട്ട് കൊടുക്കുന്നതല്ലാതെ നമ്മൾ കൃത്യമായിട്ട് സൂക്ഷ്മമൂലകങ്ങളുണ്ട്, അത് നമ്മൾ കൃത്യമായിട്ട് മണ്ണ് പരിശോധനയോടെ അറിയാൻ കഴിയത്തുള്ളൂ. അത് ചെയ്ത് നോക്കിയിട്ട് വേണം വളപ്രയോഗം നടത്താൻ. എന്തായാലും ഞാൻ ഈ ജൂൺ മാസത്തിൽ മണ്ണ് പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അന്നേരം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. കാര്യം ആരും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ പണ്ടൊക്കെ പച്ചില വളങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് മണ്ണിന് ഫലപുഷ്ടി ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ രാസവളങ്ങൾ ഇട്ടതോടെ അതെല്ലാം നശിച്ചു. ഇനിയിപ്പം നമ്മളങ്ങനെ പച്ചില വളങ്ങളും കാര്യങ്ങളും സൂക്ഷ്മമൂലങ്ങളൊക്കെ കൊടുത്ത് മണ്ണിനെ ഒരു ഫലപുഷ്ടിയുള്ളതാക്കണം, എന്നാലേ വിളവ് കിട്ടത്തുള്ളൂ. നേരത്തെ ഒരു 1500 തേങ്ങയൊക്കെ ഒരു 6 മാസം കൂടുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്നു. 1500-2000 തേങ്ങ വരെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം 100 കിട്ടിയാൽ കിട്ടി. ഇത് കണ്ടില്ലേ, തേങ്ങയുടെയൊക്കെ വലുപ്പം കണ്ടില്ലയോ? മാങ്ങ ഏതാ തേങ്ങ തിരിച്ചറിയത്ത് പോലും ഇല്ല. അപ്പോൾ കൃത്യമായിട്ട് വളപ്രയോഗം ചെയ്തെന്ന് പറഞ്ഞൊന്നും കാര്യമില്ല. നമ്മൾ മണ്ണ് പരിശോധനയ്ക്ക് ശേഷമേ വളപ്രയോഗം നടത്താവൂ. കണ്ടില്ലേ, ഇതിനകത്ത് ഇപ്പം പണ്ടൊക്കെ നമ്മൾ വീട്ടിലെ ആവശ്യം കഴിഞ്ഞിട്ട് നമ്മൾ വിൽക്കുമായിരുന്നു. ഇപ്പോൾ അതുപോലും നടപടിയില്ല, കിട്ടാനില്ല. അപ്പോൾ കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോകളും കാര്യങ്ങളുമൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളും കൃഷിയെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റായിട്ട് ചോദിക്കണം. എനിക്കറിയാവുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി.